നമസ്കാരം. ഇന്ന് യൂട്യൂബ് മുഴുവനും മൂലമന്ത്രങ്ങൾ, ശ്ലോകങ്ങൾ ഒരുപാട് പേർ വീഡിയോ ചെയ്ത് എടുത്തിട്ടിട്ടുണ്ട്, ഓഡിയോസ് ഉണ്ട്. ഇതിൽ ശരിയേത് തെറ്റേത് എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രങ്ങളിൽ നമുക്ക് ഏവർക്കും അറിയാം, ബീജമന്ത്രങ്ങൾ എന്നുള്ളത്, മൂലമന്ത്രങ്ങൾ എന്നുള്ളതൊരു കാറ്റഗറിയാണ്. മറ്റൊന്ന് ജപാർത്ഥ മന്ത്രങ്ങൾ, അതായത് ദേവതയുടെ നാമം തന്നെ മന്ത്രമായിട്ട് തന്നെ നമുക്ക് ഹോമാർത്ഥം, യജ്ഞാർത്ഥം എന്നൊക്കെ പറയും. അങ്ങനെയുള്ള മന്ത്രങ്ങൾ ശ്ലോകരൂപേണ പാരായണം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ, പിന്നെ വിചാരാർത്ഥം ചെയ്യുവാൻ സാധിക്കുന്ന മന്ത്രങ്ങൾ. അപ്പോൾ ഈ വിചാരാർത്ഥം എന്നുള്ളത് ചുരുക്കി പറയാം, ഉദാഹരണത്തിന് ഉപനിഷത്ത് മന്ത്രങ്ങളെല്ലാം തന്നെ വിചാരം ചെയ്യുവാനുള്ളതാണ്, മനുഷ്യന് വിചാരം ചെയ്യുവാനുള്ളതാണ്. ഉദാഹരണത്തിന് ഈ പഞ്ചഭൂതത്തിൽ നിന്ന് ശരീരോത്പത്തി, പുരുഷോത്പത്തി, എന്താ പറയുക, ആകാശാത് വായു, വായോരഗ്നി, അഗ്നേരാപഃ, അദ്ഭ്യപൃഥിവീ, പൃഥിവ്യാ ഓഷധയഃ, ഓഷധീഭ്യോ അന്നം, അന്നാത് പുരുഷഃ എന്ന് പറയുന്നു. ഇത് വിചാരം ചെയ്യുവാനുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ ഏവർക്കും അറിയാം, പ്രചുര പ്രസിദ്ധമായ മന്ത്രം തത്വമസി. ശബരിമലയിൽ അത് എഴുതി വച്ചു. സാമവേദത്തിൻ്റെ എസൻസാണ് ആ മന്ത്രം, തത്വമസി. ഒന്ന് നോക്കുക, സനാതനധർമ്മം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ തന്നെയാണടാ ദൈവം എന്ന് സനാതനധർമ്മം നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. ഈ മന്ത്രങ്ങളെല്ലാം തന്നെ വിചാരം ചെയ്യുവാനുള്ളതാണ്. ഇനി നമുക്ക് മൂലമന്ത്രത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം അതാണ്. ഈ മൂലമന്ത്രം ഒരുപാട് പേർ ഇങ്ങനെ യൂട്യൂബ് കണ്ട് പഠിക്കുന്ന പ്രവണത, പലതരം ഓഡിയോസ് അതിൽ നിന്ന് നാം പഠിക്കുകയാണ്. ഒട്ടുമുക്കാലും തെറ്റാണ്. ആർക്കും പരിഭവം തോന്നരുത്. കാരണം ഈ മൂലമന്ത്രങ്ങൾ തന്നെ അതിന് മാത്രകളുണ്ട്. എത്ര നീട്ടി ചൊല്ലണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും നാം നോക്കുന്നില്ല. ആരെങ്കിലും ചെയ്യുന്നു, ആ വീഡിയോ നമ്മൾ കോപ്പി ചെയ്യുന്നു, എനിക്ക് കുറച്ച് വ്യൂസ് കിട്ടട്ടെ എന്നുള്ള ഒരു ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ മൂലമന്ത്രം എന്നുള്ളത്, ബീജം, അത്രയ്ക്കും ശക്തിയേറിയ വിഷയമാണ്, മന്ത്രമാണ്. അത്രയ്ക്ക് ശക്തിയാണ്. കോൺസെൻട്രേഷനായിട്ടുള്ള എന്തിനും ശക്തി കൂടുതലാണ്. സൂക്ഷ്മതലത്തിൽ അതിശക്തമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഈ മൂലമന്ത്രങ്ങളെല്ലാം തന്നെ. സൂക്ഷ്മം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, നമുക്ക് ഏവർക്കും ചിന്തിക്കാം, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഏവർക്കും അറിയാം, ആറ്റം ബോംബൊക്കെ. അപ്പോൾ ഇതൊക്കെ അണുവിലും അണു, അവിടെയാണ് ഈ ശക്തി മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നോക്കുക, ഒരു ബീജം എന്ന് പറയുന്നത് ഒരു വിത്തിൽ നിന്ന് ഒരു മരം തന്നെ വളരുകയാണ്. ഒരു മരം തന്നെ, അതിൽ നിന്ന് വീണ്ടും 100 കണക്കിന് മാവ്, മാങ്ങകൾ, അങ്ങനെ ഈ പ്രക്രിയ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ആ മൂലമന്ത്രത്തിനും ബീജമന്ത്രത്തിനും അത്രയും ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക. നാം യൂട്യൂബിൽ നിന്ന് പഠിച്ച് ഇതൊന്നും ഫലിക്കാതെ വന്ന് ദോഷമായി ഭവിച്ച ശേഷം ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് നല്ലതും കൂടി നാം മാറ്റിവെക്കുന്നു. അത് നമ്മുടെ മക്കൾ കാണുന്നു. അത് നാളെ ഒരു സംസ്കാരമായി കുറേ വർഷം കഴിയുമ്പം മാറ്റപ്പെടുകയാണ്. ഇതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗുരുവിനെ ശരണം പ്രാപിക്കുക, നല്ലൊരു ആചാര്യനെ ശരണം പ്രാപിക്കുക, അവർക്ക് ദക്ഷിണ വെച്ച് നമസ്കരിച്ച് അവരുടെ ഉച്ചാരണം നേരിട്ട് കേട്ട് പഠിച്ച് അത് ശീലിച്ച് മുന്നോട്ട് പോയാൽ 100% ഫലം ഉറപ്പ് എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇനി ആചാര്യൻ നമ്മൾക്ക് ലഭിക്കുന്നില്ല, ഇല്ലെങ്കിൽ പല ദേശത്തും ലഭ്യമല്ല, എവിടെയാ പോകേണ്ടത് എന്ന് സംശയമുള്ളവർക്ക് ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്നത് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. നമ്മൾ തെറ്റിപ്പഠിച്ചാലും കാലക്രമേണ നാം അത് ശരിയാക്കേണ്ടതുണ്ട്. എന്തെന്നാൽ വീണ്ടും പറയുകയാണ്, അതിൽ നിന്ന് മറ്റുള്ളവർ പഠിക്കും. അത് ശരിയാണെങ്കിൽ നല്ലതെന്നും അത് ദോഷമാണെങ്കിൽ അത് ദോഷം തന്നെയാകും. നാളെ വരും തലമുറ അത് തന്നെ കേട്ട് പഠിക്കും. ആയതിനാൽ ശരിയാക്കി മുന്നോട്ട് പോവുക. നമസ്കാരം.